ഇന്നിപ്പോൾ ജൂൺ 13 ശനിയാഴ്ച. ഇന്നെനിക്ക് ഓഫാണ്. ഈ ആഴ്ചയിൽ ശനി ഞായറും അങ്ങനെ ഇന്നും നാളെ ഓഫാണ്. പിന്നെ രാവിലെ എണീറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ഇന്നൊരു ഡെലിവറി ഉണ്ട്. അത് എന്താ പറയുക, 2 മണിക്കൂറിൻ്റെ ഡെലിവറിയാണ്. 10 മണി മുതൽ 12 മണി വരെ. നമ്മളിതുവരെ എടുക്കുന്നത് ആമസോണിൻ്റെ യാർഡിൽ നിന്നുള്ളതല്ല, ഇത് മോറിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നിന്നുള്ളതാണ്. കടയല്ല, ഒരു സൂപ്പർ മാർക്കറ്റ്. എന്താ പറയുക, ഇവിടെ കുറേ ഇതുപോലത്തെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് മോറിസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരിത്. അപ്പോൾ അവിടെ നിന്നുള്ളതാണ് ഇന്നത്തെ കിട്ടിയിട്ടുള്ളത്. ഇന്ന് 2 മണിക്കൂർ ആയതുകൊണ്ട് തന്നെ വലിയ പൈസയില്ല. വലിയ പൈസ എന്നല്ല, 38 പൗണ്ട് എന്തോ ആണുള്ളത്. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടേ എന്നുള്ളത് കൊണ്ട് പിന്നെ ഡെലിവറിക്ക് എടുക്കാമെന്നുള്ളതിൽ അങ്ങനെ എടുത്തിട്ട് ഇവരുടെ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഓരോ ദിവസവും കറക്റ്റായിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഒരാഴ്ചയായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ജോലി, അത് കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ തിരക്കും, പിന്നെ എല്ലാം കഴിഞ്ഞ് വീഡിയോ വരുമ്പോൾ പണിയുടെ ക്ഷീണമൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഇനിയിപ്പോൾ ഈ 2 ദിവസത്തിൽ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസത്തെയൊന്നുമല്ല, ഡെലിവറി പോയ ദിവസങ്ങളിൽ മാത്രമേ മെയിനായിട്ട് എടുത്ത് വെച്ചുള്ളൂ. കാരണം പിന്നെ ജോലിക്ക് പോണതിൻ്റെ ദിവസങ്ങളിലെ ഡെലിവറി എന്താ പറയുക, വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ കാര്യമായിട്ട് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വരിക, ജോലിക്ക് പോവുക, വരിക, ഉണ്ടാക്കുക, കഴിക്കുക, കിടന്നുറങ്ങുക, അതായിരുന്നു റൂട്ടീൻ. പിന്നെ അത് വീഡിയോ എടുക്കാൻ മാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡെലിവറി കിട്ടാത്ത ദിവസങ്ങളിലൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ഈ ഒരാഴ്ചയായിട്ട് ഒരു 3 ദിവസത്തെ വീഡിയോ എന്തോ ഉള്ളൂ, അതുപോലെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് ആ വീഡിയോസ് സെറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ഇടണം. അങ്ങനെ കാര്യങ്ങൾ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വണ്ടിയുടെ ഒരു ഇത് ചെക്ക് ചെയ്യണം, അതിന് എത്രയാവുമെന്ന് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആളെ പോയി ചോദിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചു ചോദിച്ചപ്പോൾ സാധനത്തിൻ്റെ വിലയും ലേബർ ചാർജും എല്ലാം അടക്കം ഒരു 450 പൗണ്ട് ആവുമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നോ നാളെയെങ്ങാനും കൊണ്ടുവിടാമെന്ന് വിചാരിച്ചായിരുന്നു വണ്ടി സെറ്റ് ചെയ്യാനായിട്ട്. നാളെ തുറക്കില്ല എന്ന് പറഞ്ഞു, സൺഡേ കൊണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ തിങ്കളാഴ്ച രാവിലെ വണ്ടി കൊണ്ടിടണം. 450 പൗണ്ട്. അങ്ങനെ അതിനുള്ളൊരു ചിലവായി. അത് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ വലിയ പേടിയില്ലാണ്ട് എല്ലായിടത്തേക്കും പോവാം. ക്ലച്ചിൻ്റെ ഇഷ്യൂ ഇല്ലല്ലോ എന്നുള്ളൊരു ഇതിൽ. പിന്നെയുള്ള വണ്ടിയിൽ ഒരു എക്സ്ട്രാ കുടുക്കുണ്ട്. അത് ഒരു സാധനം കിടന്ന് ആടുന്നതാണ് കുഴിയിലൊക്കെ ചാടുമ്പോൾ. അതെന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയും കൂടി നോക്കണം. ഇതിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിക്ക്. അത് കിടന്ന് കുലുങ്ങുണ്ടെന്നുള്ള ഒരു പ്രശ്നം, ആ തട്ടുമ്പോഴുള്ള സൗണ്ട് മാത്രമല്ല. പക്ഷേ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആ സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന് എന്തെങ്കിലും നടപടി നോക്കണം. ഇതിവിടെ ഫെസ്റ്റിവൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിംഗ് ഏരിയയാണ്. ഇവിടെ കുറേ കടകളുണ്ട്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇവിടേക്ക് വന്നിട്ട് ചുമ്മാ കടകളിൽ കയറി ഇറങ്ങലാണ് ഒരു പരിപാടി. സാധനങ്ങൾ വാങ്ങിക്കൊന്നുമില്ല, ചുമ്മാ കണ്ട് കറങ്ങി നടന്ന് പോകുന്നു മാത്രം. നമ്മൾ ഏകദേശം ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്താറായി. ഇല്ല, ഇനി ഈ ഒരു ലൈനിൽ തന്നെയാണുള്ളത്. ഇവിടെ എത്തി. ഇതാണ് സ്ഥലം. ഇതാണ് മോറിസൺ. ഇവിടുത്തെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി ബാക്കിലാണ് ഇതിൻ്റെ ഡെലിവറിയുടെ ഐറ്റംസ് എടുക്കുന്നത്. വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യട്ടെ, ഇവിടെ പാർക്ക് ചെയ്യാം. സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എടുത്തു വയ്ക്കാൻ അതാ സൗകര്യം. അപ്പോൾ അങ്ങനെ സാധനം എടുത്തു, വണ്ടി ഫുള്ളാക്കി, എല്ലാം നിറച്ചു. ഇനി ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം 10:30 ഇന്നത്തെ ഈ ഡെലിവറിയിൽ ഏകദേശം ഒരു 24 പാക്കറ്റുകളുണ്ട്. 24 പാക്കറ്റിൽ ഓരോ പാക്കറ്റിൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങളുണ്ട്. അങ്ങനെയാണ് ഉള്ളത്. അതിലാണെങ്കിൽ പോലും ഒരു 4 വീടുകളിൽ കൊടുക്കാനുള്ളൂ. ഈ
അത് വേറെ വഴികളിൽ കൂടെയാണെന്ന് മാത്രം. ഈ വഴി ആദ്യമായിട്ടാണ്. ഇവിടുത്തെ സിഗ്നലുകളുടെ എല്ലായിടത്തും അല്ല, പല സ്ഥലങ്ങളിലുള്ള പ്രശ്നം ഇതാണ്. അതായത് ഇങ്ങനത്തെ ഒരു 4 വേ ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കിപ്പോൾ റൈറ്റിലേക്കാണ് തിരിയാനുള്ളത്. പക്ഷേ ഇവിടുത്തെ സിഗ്നലിൻ്റെ പ്രശ്നം ഫ്രണ്ടിലേക്ക് പോകാനുള്ളത് മാത്രമേ ഗ്രീൻ ലൈറ്റ് ഉള്ളൂ, റൈറ്റിലേക്കുള്ളതില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൈറ്റ് സൈഡത്തെ ലൈൻ പിടിച്ച് നിന്ന് ഫ്രണ്ടിലേക്ക് പോകാനുള്ള സിഗ്നൽ വീണ് കഴിഞ്ഞാൽ നേരെ ചെന്ന് അവിടെ ഒരു സെൻട്രൽ പോർഷൻ ഉണ്ട്, അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. വേറെ പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാനുള്ള സിഗ്നൽ കിട്ടുന്ന അതേ സമയം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഫ്രണ്ടിലേക്ക് വരാനുള്ള സിഗ്നൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്കപ്പോൾ റൈറ്റ് ടേൺ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് അവിടെ സെൻട്രൽ പോർഷനിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് അതിൻ്റെ ആ വണ്ടികൾ കണ്ടിന്യൂസ് ടൈപ്പ് വരുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകണം. അല്ലാണ്ട് നമുക്ക് റൈറ്റിലേക്ക് തിരിയാനായിട്ടൊരു സെപ്പറേറ്റ് സിഗ്നലോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ സിഗ്നലായിരുന്നു. ഇപ്പോൾ അവിടെ ഫ്രണ്ടിൽ കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടെ, വണ്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ റൈറ്റിലേക്ക് തിരിയാനുള്ള വണ്ടികളൊക്കെ അവിടെ സെൻറ്ററിൽ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഗ്യാപ്പ് നോക്കിയിട്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഫ്രണ്ടിലത്തെ 2 വണ്ടിക്ക് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ഫ്രണ്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ഇവിടെ റെഡ് ലൈറ്റ് ആയി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് പിന്നെ പോകാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ എന്തോ ഭാഗ്യത്തിന് എനിക്കിപ്പോൾ ഫ്രണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ റെഡ് ലൈറ്റ് ആയിക്കഴിഞ്ഞാലും, അതെ ഇപ്പോൾ ഇവിടെ റെഡ് ലൈറ്റ് ആയി, അപ്പോൾ ബാക്കിലുള്ള വണ്ടികൾക്ക് ഇനി തിരിയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വണ്ടികൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് നമുക്ക് കണ്ട് തിരിയാം. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം. ഇവർക്ക് റൈറ്റിലേക്ക് സിഗ്നൽ ഒരു സെപ്പറേറ്റ് സിഗ്നൽ വെച്ചാൽ മതി. അപ്പോൾ റൈറ്റിലേക്ക് തിരിയേണ്ടവർ ആ സിഗ്നൽ വരുമ്പോൾ റൈറ്റിലേക്ക് തിരിയും. ഇത് അങ്ങോട്ട് സിഗ്നലിൽ എടുക്കും വേണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വേണം പിന്നെ വണ്ടി എടുക്കണമെങ്കിൽ. ഇവരെന്താ ഇങ്ങനത്തെ ഒരു ടൈപ്പ് കാണിച്ചത്? ചില സ്ഥലങ്ങളിലുണ്ട് റൈറ്റിലേക്ക് സെപ്പറേറ്റ് സിഗ്നലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ചില സ്ഥലങ്ങൾ, അതായത് ഈ തിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനത്തെ റൈറ്റിലേക്ക് സെപ്പറേറ്റ് സിഗ്നൽ കാണിക്കില്ല. അല്ല തിരക്കൊന്നുമില്ല അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ റൈറ്റിലേക്ക് സെപ്പറേറ്റ് സിഗ്നലും കാണിക്കും. ആ സിഗ്നൽ വന്നാലേ റൈറ്റിലേക്ക് തിരിയാനും പറ്റുള്ളൂ. എന്ത് ഇതിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. രാവിലെ നല്ല വെയിലായിട്ട് നിന്നിറങ്ങുക. മഴക്കാർ ഒന്ന് രണ്ടാഴ്ചയായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. നേരെ പോയിട്ട് റൈറ്റ് തിരിയാനാണെങ്കിൽ ബ്ലോക്ക് വെച്ചിരിക്കുക. ഇപ്പോൾ എല്ലാ ഡെലിവറിക്കും അല്ല, ഈ ആമസോണിൻ്റെ മാപ്പ് ഇപ്പോൾ എല്ലാ ഡെലിവറിക്കും പറ്റിച്ചു തുടങ്ങി. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇതെല്ലാ ഇതുവരെ പോയിട്ടുള്ള ഡെലിവറിക്കൊക്കെ ഇവർ ആളെ പടിയാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് റൈറ്റ് പോയാൽ കിട്ടും തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ നിന്ന് റൈറ്റ് പോയാലുണ്ട് ഭാഗ്യം. അത് ആ ബ്ലോക്ക് ഇപ്പം ഈ അടുത്ത് പുതുതായിട്ട് വെച്ചാന്ന് തോന്നുന്നുണ്ട്. പണ്ട് ഉണ്ടായിരുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അത് കാണിച്ചത്. ഈ ആപ്പിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. കാരണം റോഡ് ടാറിട്ട റോഡാണ് അവിടെ ഉള്ളത്. എന്താ അറിയില്ല ബ്ലോക്ക് വെച്ചത്. നമ്മളിപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ സ്റ്റഫോർഡ്ഷെയർ എന്ന് പറഞ്ഞൊരു കൗണ്ടിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് ആ കൗണ്ടിയിൽ ഇവിടെയൊക്കെ കറക്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് റൈറ്റിലേക്ക് സെപ്പറേറ്റ് ലൈനും ഉണ്ട്, അതിനുള്ള സിഗ്നലും ഉണ്ട്. ചില സ്ഥലങ്ങളിലാണ് പ്രശ്നങ്ങൾ. ഇവർക്ക്
എന്താ മര്യാദയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ അറിയാതെന്ന് അറിയില്ല. ഇവിടെ ഒരാൾ നിന്ന് ഇവിടുത്തെ സൈഡിൻ്റെ പുല്ലൊക്കെ വിട്ടുണ്ട്. പുല്ല് മറ്റേ ട്രിം ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട് മെഷീൻ വെച്ചിട്ട്, വണ്ടിയായിട്ടുള്ള മെഷീൻ. വഴിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് മേക്കപ്പ് ഫീൽഡ് പോവുകയാണെങ്കിൽ നമ്മൾ ഞാൻ നിന്ന സിഗ്നലിൽ നിന്ന് സ്ട്രെയിറ്റ് പോകുന്നത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു വഴിയിലേക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ ടൂറിസ്റ്റ് അട്രാക്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അധികം പോയിട്ടുള്ളൂ. പിന്നെ ഡെലിവറി ആണെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വഴിയിലേക്ക് കയറുന്നത്. ഇവിടെ വഴിയിൽ മൊത്തം ഇങ്ങനെ ആൾക്കാർ വേസ്റ്റ് പറക്കുന്നവർ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഓറഞ്ച് കളർ ഇട്ടിട്ട് ആൾക്കാർ 3 പേരുടെ ഗ്രൂപ്പായിട്ടാണ് കൊണ്ട്. ഇപ്പോൾ നേരത്തെ 2 ഗ്രൂപ്പായിട്ട് 3 പേരുടെ കണ്ടു. ഇത് ഗവൺമെൻറ് ചെയ്തതല്ലാന്ന് കൊണ്ട് ഇവിടുത്തെ വീട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനത്തെ അവർ സ്വയം ഇറങ്ങിയിരിക്കണമെന്ന് തോന്നുന്നുണ്ട് അവരുടെ ഒരു ഇത് കണ്ടിട്ട്. അല്ലെങ്കിൽ കാരണം എല്ലാതും നല്ല പോലെ പ്രായമായ ആൾക്കാരാണ്. വേസ്റ്റ് വറക്കാനായിട്ട് ഇത്രയും പ്രായമായ ആൾക്കാരെ ഞാൻ ഇതുവരെ വഴിയിൽ കണ്ടിട്ടില്ല. കാരണം ദൂരം കുറേ നടന്ന് ചെയ്യേണ്ടതായ കാരണം. അങ്ങനെ ലാസ്റ്റത്തെ സ്ഥലത്തേക്ക് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കുറച്ച് ലോങ് ആയിട്ടുള്ളത്. 20 മിനിറ്റ് ഉണ്ട് ഏകദേശം ഇവിടുന്ന്. വല്ല പണി നടക്കുകയാണോ എന്താണെന്ന്. ഈ കയറിയിട്ടുള്ളത് ഒരു പാലമാണ്. ഈ പാലത്തിൻ്റെ അടിയിലാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ വണ്ടികൾ സൈഡിലേക്ക് ആൾക്കാരെ ഇറക്കാനൊക്കെ ആയിട്ട് നിർത്തുന്നതിൻ്റെ ആയിരുന്നു തോന്നുന്നു ബ്ലോക്ക്. പിന്നെ അവിടെയും ഉണ്ട് എന്തോ അവിടെ സിഗ്നൽ ഉണ്ട് ഇന്ത്യ